പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ധ്യാനിപ്പാൻ, കർത്താവിൽ സന്തോഷിപ്പാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്ന നാളുകളാണ് ആ ക്രൂശിൻ്റെ നാളുകൾ എന്ന് പറയപ്പെടുന്നത്. ലോകം മുഴുവനും ഇതിനെ ഒരു നല്ല വെള്ളിയാഴ്ചയായിട്ട് കാണുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഓർക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രൂശിൻ്റെ വചനം രക്ഷയിലോട്ട് യാത്ര ചെയ്യുന്നവർക്ക് ദൈവശക്തിയും നാശത്തിലോട്ട് യാത്ര ചെയ്യുന്നവർക്ക് അത് ഭോഷത്വമായിട്ട് മാറുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നെടുക്കുവാൻ തക്കവണ്ണം ദൈവരൂപത്തിലിരിക്കെ ആ ദൈവരൂപത്തോട് സമത്വം പിടിക്കാതെ തന്നെത്താൻ ദാസ്യവേഷമെടുത്ത് മനുഷ്യരൂപത്തിൽ വിളങ്ങി ഈ ഭൂമിയിൽ നമ്മിലൊരുവനായിട്ട് വസിച്ച് ന്യായപ്രമാണത്തെ നിവർത്തിച്ച് സകല പാപങ്ങളുടെയും ശിക്ഷ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ധ്യാനങ്ങൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്നും ഒരു അനുഗ്രഹമായിരിക്കും, ഒരു വിടുതലായിരിക്കും, ഒരു ധൈര്യമായിരിക്കും. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് ന്യായപ്രമാണത്തെ അഭ്യസിച്ച മനുഷ്യൻ. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് താൻ തിരിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ തൻ്റെ ജീവിതത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ വിളിച്ചു വേർതിരിച്ച ആ ദൈവത്തിൻ്റെ ദൗത്യത്തിൽ അവൻ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ജനമധ്യത്തിൽ വരച്ചു കാണിക്കുന്നത് നമുക്ക് തിരുവെഴുത്തുകളിൽ കൂടി കാണുവാൻ പറ്റും. ക്രൂശിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ പൗലോസ് അപ്പോസ്തലനിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാൻ പറ്റും. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ക്രൂശിലെ തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിലാണ്. നമുക്കറിയാം, ശലോമോൻ ജ്ഞാനിയൊക്കെ സർവശക്തനായ ദൈവത്തെ വർണ്ണിക്കുമ്പോൾ 10,000ങ്ങളിൽ സുന്ദരനെന്നും ശാരോനിലെ പനിനീർ പുഷ്പമെന്നും 1000 സൂര്യനേക്കാളും തേജസ്സേറിയവനെന്നൊക്കെ വർണ്ണിക്കുമ്പോഴും യെശയ്യാ പ്രവാചകനിൽ കൂടി രേഖപ്പെടുത്തി, ഒരിക്കൽ ആ മുഖത്തേക്ക് നോക്കിയാൽ വീണ്ടും ആ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം അറപ്പുളവാകുന്ന നിലവാരത്തിൽ അവനെ തകർത്ത് കളഞ്ഞു എന്ന്. എന്തുകൊണ്ടാണ് ദൈവത്തിന് അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണമുള്ളൊരു ഇഷ്ടം തോന്നിയതെന്ന് ചോദിച്ചാൽ, നമ്മോടുള്ള ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മോട് പിതാവായ ദൈവം കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു റിസൾട്ടാണ് ആ ക്രൂശിൽ തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രൂപമെന്ന് പറയപ്പെടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം തൻ്റെ സ്നേഹത്തെ തൻ്റെ പുത്രനിൽ കൂടെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു എന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്ന എന്നെ നിത്യജീവങ്കലേക്ക് പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം തൻ്റെ ഏകപുത്രനെ കാൽവരി ക്രൂശിൽ യാഗമാക്കി തീർത്തിട്ട് എൻ്റെ ശിക്ഷയെ തൻ്റെ പുത്രന്റെ മേൽ ചുമത്തി തൻ്റെ പുത്രന്റെ മേലുള്ള ദൈവത്തിൻ്റെ നീതിയെ എൻ്റെ മേൽ പകർന്ന് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ഒരു സ്വർഗീയമായ സന്തോഷത്തിലോട്ട് പ്രവേശിപ്പിക്കാൻ പിതാവായ ദൈവം എന്നോട് കാണിച്ച സ്നേഹം എത്ര വലുതെന്ന് ആ ക്രൂശിലെ രൂപത്തിൽ കാണുവാൻ പറ്റും. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം
20 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ഒരു വെളിപ്പാടാണ് ക്രിസ്തുവിനോടുള്ള ഒരു ക്രൂശീകരണം. ഇവിടെ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തൻ്റെ ജഡശരീരത്തിൽ പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ വഹിച്ചു എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വിശ്വാസത്താൽ ആ മരണത്തെ ഏറ്റെടുക്കുമ്പോൾ, ആ മരണത്തോടൊപ്പം പങ്കാളിത്തം വഹിക്കുമ്പോൾ അത് നമ്മുടെ ആത്മമണ്ഡലത്തിലാണ് വെളിപ്പെടുന്നത്. നമ്മുടെ പൂർവ്വപിതാവായ അല്ലെങ്കിൽ ഒന്നാമത്തെ മനുഷ്യനായ ആദാമിൽ കൂടെ നമ്മുടെ മേൽ വെളിപ്പെട്ട ആ നിത്യമായ മരണത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വാസത്താൽ ഏകീഭവിച്ചത് മുഖാന്തിരം നിത്യജീവങ്കലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവം കൃപ തന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൈവകൃപ എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി ആമേൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമാക്കി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ യേശുവിന്റെ മരണവും യേശുവിന്റെ പുനരുത്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. നിത്യജീവന്റെ അവകാശിയായിട്ട് നമ്മൾ മാറണമെങ്കിൽ ഈ കാൽവരി ക്രൂശിലെ മരണത്തോട് നമ്മൾ യാത്ര ചെയ്തേ മതിയാകൂ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാ ദൈവമക്കളെ കുറിച്ചും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും കുറിച്ചുള്ള ഒരു വലിയ സത്യമാണിത്. ആമേൻ. ക്രൂശിൽ എല്ലാവരും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുവാനാണ്. അപ്പോൾ ആദാമിന്റെ പ്രവൃത്തിയിൽ കൂടെ ഈ ലോകത്തിൽ കടന്നു വന്ന പാപത്തെയും അതിൻ്റെ ശിക്ഷയെയും ഈ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ ആ മരണത്തിലോട്ട് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ആമേൻ, യേശു ക്രിസ്തുവിനോടൊപ്പം ചേരുവാൻ തക്കവണ്ണം സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളേവരും അവനോടൊപ്പം മരിച്ചു, അവനോടൊപ്പം കുഴിച്ചിടപ്പെട്ടു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നമ്മുടെ വിശ്വാസം, സ്നാനം എന്ന് പറയപ്പെടുന്നത് ഒരു സഭയോട് ചേരാനുള്ളതല്ല, ഒരു സംഘടനയോട് ചേരാനുള്ള, ഒരു മനുഷ്യന്റെ ഇഹലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കടമ്പയല്ല സ്നാനം എന്ന് പറയപ്പെടുന്നത്. സ്നാനം എന്ന് പറയപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടും അടക്കത്തോടും ആമേൻ പുനരുത്ഥാനത്തോടുമുള്ള വിശ്വാസത്തിന്റെ ഏകീഭാവമാണ്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് നമ്മെ ഒരു പുതുജനനത്തിലോട്ട് പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയാലല്ലോ നാം വിശ്വാസം മുഖാന്തരം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ, പഴയതെല്ലാം കഴിഞ്ഞ് പുതിയതായി മാറണമെങ്കിൽ ഈ ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചേ മതിയാകൂ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഭൂമിയിലെ പൊടി കൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഊതപ്പെട്ട ആ ജീവൻ, ആമേൻ, നമുക്കറിയാം മനുഷ്യന്റെ ആ മണ്ണുകൊണ്ട് നിർമ്മിച്ച ശരീരത്തിന് ജീവൻ കൊടുക്കപ്പെട്ടത് ആ ഊതിയ ആത്മമണ്ഡലമാണ്, അല്ലെങ്കിൽ ജീവനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അപ്പോൾ അതിന് നിർജീവമായ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ സാധിക്കും. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത, മണ്ണിനോട് ചേരുവാൻ തക്കവണ്ണമുള്ള മനുഷ്യന്റെ ഈ ദേഹം, അത് ഏത് മതത്തിലും വിശ്വസിക്കുന്ന വ്യക്തിയായാലും ആമേൻ, ഒരു നിരീശ്വരവാദിയായാൽ പോലും ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ജീവൻ ഈ ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത ഈ ശരീരം മണ്ണിനോട് തന്നെ ചേരേണ്ടതാണ്. എന്നാൽ ഭൂമിയിലെ പൊടി കൊണ്ട് നിർമ്മിച്ച മനുഷ്യന്റെ ശരീരത്തിന് ജീവൻ കൊടുത്ത ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് എവിടേക്ക് പ്രവേശിക്കണം? അത് എവിടെ നിന്ന് വന്നോ അത് അവിടേക്ക് പ്രവേശിക്കണം. ആ നിത്യജീവനിലേക്കുള്ള ഒരു പ്രവേശന കവാടം അടയ്ക്കപ്പെട്ടത് ആദിമ മനുഷ്യരുടെ പ്രവൃത്തി മുഖാന്തരമാണ്. നമുക്കറിയാം, ഈ ജീവനിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ ഈ മനുഷ്യരെ ദൈവം കിഴക്കേ ഏദനിൽ കൊണ്ട് പാർപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ ആ ഏദനിൽ നിന്നും, ആ നിത്യജീവന്റെ പറുദീസയായ ഏദൻ തോട്ടത്തിൽ നിന്നും ഈ മനുഷ്യർ പുറത്തായതിന്റെ റീസൺ, ദൈവം പറഞ്ഞതിനെ
വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. അത് മുഖാന്തരം പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു. പാപത്തിന്റെ ശമ്പളമായ മരണം ഇവരിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ആ മരണത്തിന്റെ ആത്മാവ് ഇവരിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ ഇവർ ജീവന്റെ പർദീസയായ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് കാണുവാൻ പറ്റും. എന്നാൽ ആ നിത്യജീവനിലേക്ക് ആദാം മുഖാന്തരം, ആദിമ മനുഷ്യർ മുഖാന്തരം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നിത്യജീവന്റെ അവകാശത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പാൻ തക്കവണ്ണം പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ ഒരു പുതിയ വഴി പ്രതിഷ്ഠിക്കുകയാണ്. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്, ആമേൻ, ഒരു ജീവന്റെ പുതുവഴി യേശുക്രിസ്തുവിന്റെ പിളർന്ന മാറിടത്തിൽ കൂടി പ്രതിഷ്ഠിക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് എവിടെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ? നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ആ ജീവന്റെ പർദീസയിലോട്ട് പ്രവേശിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പിളർന്ന മാറിടത്തിൽ കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട, ആമേൻ, ആ പുതുവഴിയിൽ കൂടെ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമുക്കറിയാം, ആ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വെള്ളവും രക്തവും ഒരുമിച്ച് പുറത്തേക്ക് ഒഴുകുന്നത് നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പിളർന്ന മാറിടത്തിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ രക്തത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കണം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ആമേൻ, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ ആ രക്തം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് മാറും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയത്തുള്ളൂ. ഒരു കാളക്കുട്ടിയുടെയോ ഒരു കുഞ്ഞാടിന്റെയോ ഒരു കോലാട്ടുകൊറ്റന്റെയോ ഒരു കുറുപ്രാവിന്റെയോ രക്തത്തിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. ആമേൻ. ഒരു നേർച്ചയ്ക്കോ ഒരു വഴിപാടിനോ ഒരു കർമ്മത്തിന്റെ പ്രതിഫലനത്തിനോ, ആമേൻ, ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനകൾക്കോ നമ്മൾ കഴിക്കുന്ന ഉപവാസങ്ങൾക്കോ നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്കോ ഒന്നിനും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. നിർദോഷിയായ കുഞ്ഞാടിന്റെ രക്തം എന്നാണ് ആ യേശുവിന്റെ രക്തത്തിന് പേർ പറയപ്പെടുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ പാപം കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. അപ്പോൾ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തു, ആമേൻ, ഇന്നും ആ ക്രിസ്തുവിനെ ഒരു നാൽക്കവല ജംഗ്ഷനിൽ ഒരു കോലം നിർത്തിയിരിക്കുന്നത് പോലെ ഒരു പരസ്യ കാഴ്ചയാക്കി പിതാവായ ദൈവം തന്റെ പുത്രനെ ആക്കി. എന്തുകൊണ്ടാ പ്രിയരെ തന്റെ പുത്രനെ പരസ്യ കാഴ്ചയാക്കി തീർത്തത്? മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പം, അതിലേക്ക് നോക്കുന്നവർ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുകയാണ്, ശരീരമരണത്തിൽ നിന്ന്. എന്നാൽ ഇവിടെ ആ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ കാൽവരിയിൽ ക്രൂശിൽ തന്റെ പുത്രനെ പിതാവായ ദൈവം ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കലേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായിട്ടില്ല, അവരുടെ മുഖം പ്രകാശിച്ചിട്ടേയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ ജനിച്ചത് ഏത് മനുഷ്യനാൽ പണിയപ്പെട്ട ഏത് ജാതി സമ്പ്രദായത്തിനകത്തായിക്കോട്ടെ, മനുഷ്യനാൽ സ്ഥാപിക്കപ്പെട്ട ഏത് മതത്തിലായിക്കോട്ടെ, മനുഷ്യനാണോ, ഈ ലോകത്തിൽ നിങ്ങൾ ഒരു മനുഷ്യ കുഞ്ഞായിട്ട് പിറന്ന വ്യക്തിയാണോ, ഈ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ആ പിളർന്ന മാറിടത്തിൽ കൂടി, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഉഴവു ചാലുകൾ പോലെ കീറിമുറിക്കപ്പെട്ട ശരീരത്തിൽ കൂടി ഒഴുകുന്ന അല്ലെങ്കിൽ ചിന്തുന്ന ആ രക്തത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടും ചുമപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ഈ യേശുവിന്റെ രക്തത്തിന് കഴിയും. ആ രക്തത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുക. ആമേൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ആ രക്തത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് യേശുവിന്റെ രക്തം മാറുമ്പോൾ ആ വ്യക്തി ഒരു രക്ഷയുടെ അനുഭവത്തിലോട്ട് പ്രവേശിക്കുകയാണ്.
ആ രക്ഷയുടെ അനുഭവത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ സ്നാനം എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളിത്തം വഹിക്കുന്നതാണ്. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ. നമുക്കറിയാം, ഈ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതൊരു അടക്ക ശുശ്രൂഷയെ സൂചിപ്പിക്കുകയാണ്. നമ്മിൽ മരിച്ച ആ പഴയ പാപ മനുഷ്യനെ കുഴിച്ചിടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ മരണത്തോടും അവന്റെ അടക്കത്തോടും നാം എന്ത് ചെയ്തിരിക്കുന്നു? ഏകീഭവിക്കുകയാണ് വിശ്വാസത്താൽ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളിത്തം വഹിക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, കർത്തൃമേശ. കർത്തൃമേശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എന്താണ് കർത്തൃമേശ എന്നും കർത്തൃമേശയുടെ യോഗ്യതകളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ് കർത്തൃമേശ എന്ന് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് പാപം ഏറ്റുപറയാനുള്ള സ്ഥലമല്ല കർത്തൃമേശയുടെ സ്ഥലം. നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞത് കാൽവരി ക്രൂശിൻ ചുവട്ടിലാണ്. നമുക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചിന്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്തിലാണ് നമ്മൾ ആശ്രയം വയ്ക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ, ഒരു പാപിയായി ജനിക്കപ്പെട്ട ഒരു മനുഷ്യന്, പാപിയായി ജീവിച്ച മനുഷ്യന് ഏറ്റവും ആശ്വാസം തരുന്ന ഒരു പ്രവൃത്തിയാണ് കാൽവരി ക്രൂശിലെ മരണം എന്ന് പറയപ്പെടുന്നത്. ആ കാൽവരി ക്രൂശിലെ മരണത്തിൽ ഒരു വലിയൊരു സത്യം പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി. യേശു കർത്താവ് കാൽവരി ക്രൂശിലെ മരണത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ സന്നിധി സംഘത്തിന്റെ സമ്മർദ്ദത്താൽ മഹാപുരോഹിതനായ പീലാത്തോസ് യേശുവിനെ മരണശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കൊലോസ്യ സഭയോട് പൗലോസ് വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്. സകലത്തെയും അവന്റെ ശരീരത്തോട് അനുരഞ്ജിപ്പിച്ച് ചേർത്തു. നമുക്കറിയാം, എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു വലിയ വെളിപ്പാട് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ലോകസ്ഥാപനത്തിന് മുൻപേ വീണ്ടെടുക്കപ്പെടേണ്ടവരെയും ദത്തെടുക്കപ്പെടേണ്ടവരെയും യേശു കർത്താവ് തന്റെ സ്നേഹത്തിൽ മുൻ നിയമിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. തന്റെ മുന്നറിവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നറിവിനാൽ, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവസ്നേഹത്തിൽ നമ്മൾ ലോകസ്ഥാപനത്തിന് മുൻപേ ദത്തെടുക്കപ്പെടുവാൻ തക്കവണ്ണം മുൻ നിയമിക്കപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ മുന്നറിവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതും മുൻ നിയമനത്താൽ സ്നേഹത്താൽ സ്ഥാപിക്കപ്പെട്ടതുമായ നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ പങ്കാളികളായിരുന്നു. യേശു ഒറ്റയ്ക്കല്ല ക്രൂശിൽ മരണത്തെ ഏറ്റെടുത്തത്. ആർക്കും തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഒരു വലിയ മർമ്മമായിരുന്നു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയപ്പെടുന്നത്. ആദാമ്യ ശരീരത്തോട് ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ശരീരത്തെ നമ്മൾ താരതമ്യം ചെയ്യരുത്. ബൈബിൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദാസ്യ വേഷത്തിലും മനുഷ്യ ശരീര രൂപ സാദൃശ്യത്തിലും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട്, പാപ ശരീര രൂപത്തിന്റെ സാദൃശ്യത്തിൽ. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ദാവീദിന്റെ ഒരു വാക്ക് കടമെടുത്ത് പറഞ്ഞൊരു പദമാണ്, ഹോമയാഗത്താലും ഹനനയാഗത്താലും നീ പ്രസാദിക്കത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നീ നമുക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ മുന്നമേ ഒരുക്കി വെച്ച ആ ഒരു ശരീരം ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് തിരിച്ചറിയാതിരുന്നത്, ലോകത്തിന്റെ ജ്ഞാനികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നത്, ഹല്ലേലൂയ, ആദാമ്യ ശരീരത്തോട് ഒട്ടും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ഹല്ലേലൂയ ഒരു ശരീരമാണ് ക്രിസ്തുവിന്റെ ശരീരം. അത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്ന ശരീരമല്ല. അത് ജീർണിക്കുന്ന ശരീരമായിരുന്നില്ല. അതുകൊണ്ടാണ് ബൈബിൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയ്ക്കകത്തോട്ട് കയറി നോക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് തന്നെ ചുറ്റിയിരുന്ന ശീലകളെ ചുരുട്ടി ഒരറ്റത്ത് വച്ചിരുന്നു.
അവിടെ ശരീരമില്ലായിരുന്നു. അതിനർത്ഥം ശരീരത്തോടുകൂടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വെച്ചാൽ ആ ശരീരത്തോടൊപ്പം ആമേൻ അനുരഞ്ജിപ്പിച്ച് ചേർത്തിരുന്ന ലോകത്തിലെ സകലത്തെയും അവൻ പുനരുത്ഥാനം ചെയ്യപ്പോൾ അതിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ടാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, പാപത്താലും അകൃത്യത്താലും മരിച്ചവരായിരുന്ന നമ്മെ ഏവരെയും ആമേൻ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു, നമ്മയും കൊണ്ട് സ്വർഗത്തിൽ ഇരുത്തി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്ന നമ്മെ ഏവരെയും അവൻ എന്ത് ചെയ്തു? അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രന്റെ രാജ്യത്തിൽ കൊണ്ടാക്കി. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രിയരെ, ഈ ഒരു ട്രൂത്ത്, ഒരു റെവലേഷനിൽ നമ്മൾ വിശ്വസിക്കുക. ക്രൂശ് എന്ന് പറയപ്പെടുന്നത് ഒരു വലിയ മർമ്മമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം വലിയൊരു മിസ്റ്ററിയാണ്. ഈ മിസ്റ്ററി, അതാണ് ഗോസ്പൽ എന്ന് പറയപ്പെടുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ സുവിശേഷം, ഈ സത്വർത്തമാനം, പൗലോസിന്റെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ആമേൻ, ക്രൂശിലെ മരണം, ആ ക്രൂശിലെ മരണത്തിൽ നിന്ന് വെളിപ്പെടുന്ന വലിയൊരു വചനമുണ്ട്. ആ ക്രൂശിന്റെ വചനം ആമേൻ എല്ലായിടത്തും പ്രഘോഷിക്കപ്പെട്ടു. പക്ഷെ എല്ലാവരുടെ ഇടയിലും ഇത് വിശ്വാസമായി പരിണമിച്ചില്ല. എന്നാൽ വിശ്വാസമായി പരിണമിക്കപ്പെട്ടവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ഇവിടെ പൗലോസ് ഉറപ്പിച്ച് തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു എന്നുള്ളത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉറപ്പാണത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് പാപസംബന്ധമായി മരിക്കപ്പെട്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, ഒരിക്കലായിട്ട് അടക്കപ്പെട്ടു, ഒരിക്കലായിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുകയാണ്. യേശു കർത്താവ് വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നില്ല. യേശു കർത്താവ് വീണ്ടും വീണ്ടും അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. യേശു കർത്താവ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നില്ല. യേശു കർത്താവ് ഒരിക്കലായിട്ട് പാപസംബന്ധമായി മരിച്ചു, ഒരിക്കലായിട്ട് അടക്കപ്പെട്ടു, ഒരിക്കലായിട്ട് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ജീവിക്കുന്നു. അപ്പോൾ ജീവിക്കുന്ന ഒരു യേശു കർത്താവിന്റെ മരണത്തെ ദുഃഖവാരമായിട്ട് ആചരിക്കുന്നതിനോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് കിട്ടിയ വെളിപ്പാടിൽ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇംഗ്ലീഷ് വാക്കിൽ പറയുന്നത് പോലെ എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇതൊരു നല്ല വെള്ളിയാഴ്ചയാണ്. പാപത്തിന്റെ അഴുക്കുചാലിൽ കിടന്ന, ശാപത്തിന്റെ ശാപത്തിന്റെ അടിത്തട്ടിൽ അമർന്നു കിടന്നിരുന്ന, നിത്യമരണത്തിന്റെ വക്താവായിരുന്ന എന്നെ നിത്യജീവനിലോട്ട് പ്രവേശിപ്പാൻ തക്കവണ്ണം യോഗ്യനാക്കിയ ആ ക്രൂശിലെ മരണം എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ ദിനമാണ്. അന്ന് അതെനിക്കൊരിക്കലും അത് ദുഃഖവെള്ളി എന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് അതൊരു നല്ല വെള്ളിയാഴ്ച തന്നെയാണ്. എന്നെ സംബന്ധിച്ചെന്നല്ല, ഏത് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് ആമേൻ അതൊരു നല്ല വെള്ളിയാഴ്ചയാണ്. കാരണം എനിക്ക് അർഹതയില്ലാത്ത ഒന്നായിരുന്നു ഈ രക്ഷ, ഞാൻ ചോദിക്കാത്ത ഒന്നായിരുന്നു ഈ രക്ഷ. അപ്പോൾ ഞാൻ ചോദിക്കാത്തതും എനിക്ക് അർഹതയില്ലാതിരുന്നതും ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൃപയാൽ ആമേൻ വിശ്വാസത്താൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റൂ. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഗലാത്യർ 2:19 വായിക്കുമ്പോൾ പൗലോസിന്റെ ആഗ്രഹം പറയുകയാണ്, ആമേൻ, എനിക്ക് ദൈവത്തോടു കൂടെ ജീവിക്കണം. ഞാൻ ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ 613 പ്രമാണങ്ങളുണ്ട്. ഈ 613 പ്രമാണങ്ങളിൽ 612 പ്രമാണങ്ങളും അനുസരിച്ചിട്ട് ഒരു പ്രമാണം തെറ്റിച്ചാലും പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ വഹിച്ചേ മതിയാകൂ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആ ശിക്ഷ വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ്. ലോകത്തിന്റെ സകല പാപങ്ങളുടെയും ശിക്ഷയായ മരണത്തെ നമ്മയെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് യേശു കർത്താവ് ക്രൂശിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കുമ്പോൾ വിശ്വാസത്താൽ പൗലോസ് അപ്പോസ്തലൻ ആ ശിക്ഷ ഏറ്റുവാങ്ങിച്ചിട്ട് പറയുകയാണ്, ദൈവത്തിനായിട്ട് ജീവിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അടുത്ത വാക്യം പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ, നമ്മുടെ സകല രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിൽ നമ്മെ തറച്ചു എന്ന്, നമ്മുടെ പഴയ പാപ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ പറ്റും. അപ്പോൾ ക്രൂശിൽ സംഭവിക്കുന്ന അതാണ്. ഒന്ന്, ഇന്നലകളിൽ നമുക്കറിയാം
ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലോട്ട് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപേ ബൈബിൾ നമുക്ക് ചില പേരുകൾ ഇട്ടിരുന്നു. അതിൽ ഒരു പേര് അനുസരണക്കേടിന്റെ മക്കളെന്നാണ്, കോപത്തിന്റെ മക്കളെന്നാണ്, പിശാചിന്റെ മക്കളെന്നാണ്, സർപ്പത്തിന്റെ സന്തതികൾ എന്നാണ്. അപ്പോൾ സർപ്പത്തിന്റെ സന്തതികളെന്നും കോപത്തിന്റെ മക്കളെന്നും പിശാചിന്റെ മക്കളെന്നും അനുസരണക്കേടിന്റെ മക്കളുമെന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന നമ്മെ ദൈവത്തിന്റെ മക്കളെന്ന പദവിയിലോട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെന്ന് പേർ വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി തീർത്ത ആ നല്ല കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ പ്രിയരെ? ഇന്ന് പകൽക്കാലം ദുഃഖത്തോടെ ഇരിക്കേണ്ട ദിവസമല്ല, സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. നാളെ ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് പെസഹ വ്യാഴമാണ്, അന്ത്യത്താഴമാണ്. നാളെ ഗുഡ് ഫ്രൈഡേ ആണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയരെ, ഒരു ശബത്ത് ദൂരമുള്ള ഒരു യാത്ര നമുക്ക് കാണുവാൻ പറ്റും. ഈ ശബത്ത് ദൂര യാത്രയിൽ അവസാനിക്കുന്നത് യെരുശലേമിലെ മരണത്തിൽ മാത്രമല്ല. മരണം കഴിഞ്ഞിട്ട് അവിടെ ഒരു പുനരുത്ഥാനം വെളിപ്പെടെ നമുക്ക് കാണുവാൻ പറ്റും. ആ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം കാണുവാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കർത്താവിന്റെ ഒരു വരവാണ്. മണവാട്ടിയാകുന്ന ദൈവസഭയെ സ്വീകരിപ്പാൻ തക്കവണ്ണം മണവാളനാകുന്ന കർത്താവ് വീണ്ടും വരുന്നു. ആ ഒരു പ്രത്യാശയിലേക്ക് നമുക്ക് നയിപ്പാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇഹലോകത്തിൽ മോശ പറഞ്ഞതുപോലെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിതം ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതമെന്നും, മരണാനന്തരം വലിയൊരു എണ്ണി ഒതുക്കാൻ കഴിയാത്ത, സംഖ്യകളാൽ എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു നിത്യമായ ജീവിതം ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശയുടെ മണ്ഡലം നമുക്ക് ഒരുക്കി തന്നത് ഈ ക്രൂശിലെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് പകൽക്കാലം ആ ക്രൂശിലെ മരണത്തിൽ നിങ്ങളൊന്ന് വിശ്വസിക്കുക. യേശു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. ആ മരണത്തിൽ നാമും പങ്കാളിത്തം വഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതം നമുക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും. ഇവിടെ 20-ാം വാക്യത്തെ പറയുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ യേശുവിനോടൊപ്പം മരിച്ചു, ഇനി ജീവിക്കാൻ പോകുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇത് പറയാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം പൗലോസിൽ ഉരുവായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഒരു നാച്ചുറൽ ലെവലിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്ന നമ്മെ ഏവരെയും ഒരു പുതിയ ജീവിതത്തിലോട്ട് പ്രവേശിപ്പാൻ, ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഈ ക്രൂശിലെ പ്രവൃത്തിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ക്രൂശിന്റെ മഹത്വം വെളിപ്പെടട്ടെ പ്രിയരെ. നിങ്ങൾ ആ യേശുവിന്റെ ക്രൂശിലെ മരണത്തെ വിശ്വസിക്കുന്നു എങ്കിൽ, ആ മരണത്തിന്റെ പങ്കാളിത്തത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, തീർച്ചയായിട്ടും ഈ ക്രൂശിലെ വചനം നിങ്ങൾക്കൊരു വിടുതലായിട്ട് മാറും, നിങ്ങൾക്കൊരു രക്ഷയായിട്ട് മാറും. ഈ ഫ്രൈഡേ നിങ്ങൾക്കൊരു നല്ല വെള്ളിയാഴ്ചയായിട്ട് മാറും. ഈ ഒരു വെളിപ്പാട് പ്രാപിക്കാത്തവർക്ക് ഇതൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കും. പക്ഷേ വെളിപ്പാട് പ്രാപിച്ച നമുക്ക് ഇതൊരു നല്ല വെള്ളിയാഴ്ചയാണ്. തീർച്ചയായിട്ടും നിത്യജീവനിലേക്ക് തിരിച്ചു പ്രവേശിപ്പാൻ തക്കവണ്ണം നമുക്ക് ദൈവം തന്റെ പുത്രനിൽ കൂടി വഴി തുറന്നു എങ്കിൽ ലോകം മുഴുവനും സകല മാനവജാതികളും ഈ സത്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെയും ദൈവത്തിന്റെ കൃപാവലയത്തിനകത്ത് മറയ്ക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. God bless.